പിന്നീട് അല്ലാഹു തആല ഫിത്നത്തുൽ മാൽ, സമ്പത്തിന്റെ ഫിത്ന പറഞ്ഞു. ആ ഫിത്നയും പിശാചിന്റെ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ വരുന്നൊരു ഫിത്നയാണ്, സമ്പത്തിന്റെ ഫിത്ന. അതങ്ങ് നിബിധങ്ങൾ പറഞ്ഞ് വിശദമായി പറഞ്ഞ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വിശദമായിട്ട് പറഞ്ഞു, മസീഹ് ദജ്ജാൽ വന്നാൽ അവന്റെ കൂടെ കൂടിയ ആളുകൾക്ക് മുഴുവനും സമ്പത്ത് വർദ്ധിക്കുമെന്നാണ്. അതൊരു ഫാക്റ്റാണ്. അവന്റെ കൂടെ കൂടിയവർക്ക് മുഴുവനും ഭയങ്കര ബിസിനസ്, ഭയങ്കര കച്ചവടം. മുഅ്മിനീങ്ങളായ ആളുകളിൽ അവൻ നുണ പറയുന്ന ആളാണ്, അവൻ കള്ളനാണ്, അവൻ ദജ്ജാലാണ് എന്ന് പറയുന്നവർക്ക് സർവനാശങ്ങളും സംഭവിക്കും. അവരുടെ ആടുമാട് ഒട്ടകങ്ങൾ മെലിഞ്ഞൊട്ടിപ്പോകും. അന്നത്തെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക അടയാളങ്ങൾ ആടുമാട് ഒട്ടകങ്ങളാണ്. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളുടെതൊക്കെ ഉണങ്ങിപ്പോവും, പാലന്നെ കിട്ടുന്നില്ല. എന്നാൽ അവിശ്വാസികളുടേത്, ഇവന്റെ കൂടെ വിശ്വസിച്ചവർക്ക് ഇഷ്ടം പോലെ പാലുകൾ, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാം അവരുടെ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കായ്ക്കനികളാൽ. പക്ഷേ സത്യവിശ്വാസികളുടേത് ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫിത്ന സമ്പത്ത് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഇത് നമ്മൾ ഇവിടെ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, അബുദാബിക്കാരോ ദുബൈക്കാരോ ആരായിരുന്നാലും നമ്മളൊക്കെ ഇവിടെ ഒരു ജീവിക്കാനുള്ള വരുമാനം നോക്കി വന്ന ആളുകളാണ്. നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അല്ലാഹു തആല കുറെ തരലും കുറച്ചു തരലോ അതൊന്നല്ല വിഷയം. അള്ളാഹു എന്ത് തരുന്നുവോ അതിൽ ബറക്കത്ത് തരാൻ വേണ്ടി ചോദിക്കണം അള്ളാഹുവിനോട്. എത്രയോ ആളുകൾ 1500 രൂപയ്ക്കും 2000 രൂപയ്ക്കും ജോലി ചെയ്ത ആളുകൾ ആ സമയത്ത് സേവ് ചെയ്തിരുന്ന പോലെ ഒരു 5000 6000 കിട്ടുന്ന സമയത്ത് സേവ് ചെയ്യാൻ പറ്റണില്ല. എന്റെ ആ നേരത്ത് നല്ലതായിട്ട് അള്ളാഹുവിനോട് അടുത്തിരുന്നു, അല്ലെങ്കിൽ അമലൊക്കെ കുറച്ച് കൂടിയിരുന്നു. പൈസ കൂടിയപ്പോൾ പിന്നെ തിരക്ക് കൂടിപ്പോയി, പിന്നെ നമുക്ക് അതിന് സാധിക്കുന്നില്ല. ബറക്കത്ത് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ പിന്നെ കുറെ കിട്ടിയിട്ടെന്താ കാര്യം? ബറക്കത്തിന് ചോദിക്കണം. അതുമാത്രമല്ല, അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ വിഷമിക്കരുത്. അതൊരു വലിയ വിഷയമാണ്. കച്ചവടം നഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് അതിന്റെ വേദന അറിയാം. വലിയ വലിയ ബിസിനസ്സുകാരായ ആളുകൾ ഒരു ദിവസം സാധാരണക്കാരനായ, അതുമാത്രമല്ല തന്റെ കൂടെ ജോലി ചെയ്തവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുതലാളിമാർ, നിനക്ക് നടക്കുന്നില്ലേ? ഇതൊക്കെ അള്ളാഹു 1-2 ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. വിഷമിച്ചു പോകരുത്. ചിലപ്പോൾ അള്ളാഹു തരും, ചിലപ്പോൾ അള്ളാഹു എല്ലാം കൊണ്ടുപോകും. ഒരുപാട് ആരോഗ്യം തന്ന് അള്ളാഹു ആരോഗ്യം തിരിച്ചു കൊണ്ടുപോകുന്ന പോലെ സമ്പത്ത് തന്ന് അള്ളാഹു ഇത് കൊണ്ടുപോകും. അള്ളാഹുവിന്റെ സമ്പത്താണ്, അള്ളാഹുവിന്റെ ശരീരമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. വലഹു ഹഖ്ഖു തസറുഫ്, അള്ളാഹുവിന് വേണ്ടതുപോലെ അള്ളാഹുവിന് അത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എങ്ങാനും സമ്പത്ത് നമുക്ക് കുറഞ്ഞുപോയി, നമുക്ക് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോയി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കച്ചവടമാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെയ്യുന്ന കച്ചവടമാണ്. എന്നിട്ടതിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിരാശപ്പെടരുത്. എന്റെ റബ്ബിന് എന്തെങ്കിലും ഒരു ഖൈറായ തീരുമാനം കാണും. അതാണ് എന്റെ റബ്ബ് എനിക്കെന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് തീർന്ന് ഇല്ലാതെയായി നമ്മളങ്ങ് വിഷമിച്ചു കഴിഞ്ഞാൽ ആ നേരത്ത് നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്ന ആ ഒരു അടുപ്പൊന്നും പൈസ ഉണ്ടാവുമ്പോ വരുന്നില്ല. ആ ഒരു രസം ഒരു മനസ്സിൽ വരൂല. അങ്ങനെയാണ് ശരീരത്തിൽ രോഗം വന്ന്, വേദന വന്ന്, വലിയ വലിയ അസുഖങ്ങളുള്ള ആളുകൾ പടച്ചവന്റെ രോഗം ശിഫയാക്കി തരണേ അല്ലാ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ ആഴം, തടിക്ക് ഒരു കുഴപ്പമില്ലാത്തവൻ ദ്വാരന്ന കിട്ടൂല. യാഥാർത്ഥ്യല്ലേ? കയ്യിൽ 5 പൈസ ഇല്ലാതെ പടച്ചവനെ നീ തരണേ എന്ന് ചോദിക്കുന്നവന്റെ ആ ഒരു ചോദ്യത്തിന്റെ ആ ഒരു കഴമ്പ് ഒരു ബുദ്ധിമുട്ടറിയാതെ ജീവിക്കുന്നവന്റെ ചോദ്യത്തിൽ വരുന്നില്ല. അള്ളാഹുവിനോടുള്ള അടുപ്പം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ, ഒരു വേള ഒന്ന് തിരിച്ചു റബ്ബിലേക്ക് വിളിക്കാൻ അള്ളാഹു നമ്മളെ തളർത്തിയേക്കും. അതിൽ വിഷമിച്ചു പോകരുത്. ഫിത്നത്തുദ്ദീൻ, മസീഹ് ദജ്ജാലിന്റെ കൂടെ കൂടിയവർക്ക് സമ്പത്തും അവൻ അവിശ്വസിച്ചവർക്ക് ദാരിദ്ര്യവും അള്ളാഹു നൽകുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നബി തങ്ങൾ പറഞ്ഞതെല്ലാം സംഭവിച്ചില്ലേ? ആയിരക്കണക്കിന് തങ്ങളുടെ പ്രവചനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ മസീഹ് ദജ്ജാലിന്റെ ഈ പരാമർശങ്ങൾ, മസീഹ് ദജ്ജാലിനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങളാണ്. അത് നടക്കാൻ പോവാണ്. ഇങ്ങനെ സംഭവിക്കും. മുഅ്മിനീങ്ങൾ പതറിപ്പോകരുത്. ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ആരെയും വഞ്ചിച്ചോ പറ്റിച്ചിട്ടുണ്ടോ പൊരുത്തപ്പിടിക്കുക, അവർക്ക് തിരിച്ചു കൊടുക്കുക. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. തൊട്ടടുത്ത് നല്ല കച്ചവടം, ഇപ്പുറത്തെ കച്ചവടമല്ല. എന്തോ അള്ളാഹുവിന്റെ ചില തീരുമാനമാണ്. തന്നതും പിടിച്ചു വെക്കുന്നതും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. ഈ ഒരു മനസ്സ് നമുക്ക് വന്നാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു, മറ്റേ ആള് പാര വെച്ച് നഷ്ടം, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തരാൻ വിചാരിച്ച ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റൂല. അത്രയേ ഉള്ളൂ.
വലിയൊരു ഡീൽ ബിസിനസ് സൈൻ ചെയ്യാനുള്ളതായിരുന്നു, തലേന്ന് വെച്ച് വേറെ ഏതോ പാർട്ടിക്കാർ തട്ടിയെടുത്തു. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു നിങ്ങൾക്ക് തരാൻ വിചാരിച്ചോ, നിങ്ങളുടെ കമ്പനിക്ക് തരാൻ വിചാരിച്ചോ അത് വന്നു. അള്ളാഹു തരാൻ വിചാരിക്കാത്തത് വന്നിട്ടില്ല. ഇതല്ലേ നമ്മുടെ ഈമാൻ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? وَاضْرِبْ لَهُم مَّثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. രണ്ടാളുകളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം നബിയെ. അതിൽ ഒരാൾക്ക് നാം വലിയ തോട്ടങ്ങൾ കൊടുത്തു. ജന്ന എന്ന വാക്കിന് സ്വർഗം എന്നർത്ഥമുണ്ട്, പിന്നെ സാധാരണ ഗാർഡൻ തോട്ടം എന്നും അർത്ഥമുണ്ട്. നബിയെ ഒരാൾക്ക് കൊടുത്തു, മറ്റൊരാൾക്ക് കൊടുത്തില്ല. കൊടുത്ത ആള് അള്ളാഹുവിൽ അവിശ്വസിച്ച കാഫിറാണ്. കിട്ടാത്തവനോ അവന്റെ നേരെ സഹോദരൻ അള്ളാഹുവിൽ മുഅ്മിനായ ആളാണ്. നബിയെ ഇങ്ങനെ ഒരു പരീക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യന്റെ സർവ്വസമ്പത്തും നാം എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. ഫിത്നയാണ് സമ്പത്ത് കൊണ്ട് ഒരു മനുഷ്യന് വരുന്ന ഫിത്ന. ജോലി തിരക്ക് കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവർ എത്ര ഉണ്ട്? അത് സമ്പത്ത് കൊണ്ടുള്ളൊരു ഫിത്നയാണ്. ജോലി തിരക്കാണ്. മലയാളി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഫിനിഷ് ചെയ്യണം, ഡ്രാഫ്റ്റ് ചെയ്യണം, കത്ത് ലെറ്റർ അല്ലെങ്കിൽ ഈ മെയിൽ ചെയ്യണം, അതിന് റിപ്ലൈ ചെയ്യണം, അതിന് ആൻസർ ചെയ്യണം. തിരക്കോട് തിരക്ക്. ളുഹ്റു നസ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ റൂമിൽ വന്നിട്ട് 5 വക്ത് ഒരുമിച്ച് കള്ളാ കൂട്ടുന്നത്. ഇതൊക്കെ ഒരു ഫിത്നയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറഞ്ഞ പോലെ ഒരു തെറ്റിന്റെ ശിക്ഷ വേറൊരു തെറ്റ് ചെയ്യലാണെന്ന്. ഒരു നന്മയുടെ പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ വേറൊരു നന്മ ചെയ്യാൻ അവസരമുണ്ടാകും എന്നതാണ്. ഇങ്ങനെ ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ തെറ്റിന്റെ ശേഷം വേറൊരു തെറ്റ് നമ്മളിന്ന് സംഭവിച്ചു പോകും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു മാപ്പ് തരട്ടെ. അങ്ങനെ ഒരു മനുഷ്യന് ഫിത്ന വരുന്നത് ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞത് മാത്രം. എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് നമുക്കതിന് സ്പെയർ ചെയ്തിട്ട് നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അടിയന്തരമായി നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. അത് നമ്മുടെ ആഖിറത്തിന്റെയും കണ്ണടച്ച് ചെന്നാൽ അള്ളാഹുവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴുള്ള ജീവിതത്തിന്റെയും ഭാഗമാണ്. ഇവിടുത്തെ പൈസയൊക്കെ തീരും, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്താൽ ഇല്ലെങ്കിലും മരിച്ചുപോയതൊക്കെ തീരും. പിന്നെ കബർക്കൊന്നും മുതലാളി വരൂല ചോദിക്കാൻ. അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ദീനിനെ സംബന്ധിച്ചാണ് ചോദ്യം വരാൻ. അതുകൊണ്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. നബിയെ സമ്പത്തിന്റെ പേരിൽ ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ, ഇതിനെന്താണ് പ്രതിവിധി? എങ്ങനെയാ നമുക്ക് അങ്ങനെ ഇല്ലാതിരിക്കുക? എങ്ങനെയാ നമുക്കതിനെ മറികടക്കാൻ കഴിയുക? അതിനുള്ള മറുപടി അള്ളാഹു നൽകുന്നത് 45-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَاضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, അതതിന്റെ സംക്ഷിപ്തമായി പറയാം. ഈ ദുന്യാവിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പൈസ കൊണ്ടും ഒരാൾക്ക് ഫിത്ന വരില്ല. ദുന്യാവ് ഇത്രയേ ഉള്ളൂ. ഇതറിയലാണ് സമ്പത്ത് കൊണ്ട് ഫിത്ന വരാതിരിക്കാനുള്ള പ്രതിവിധി. അതാണ് ദീനിൽ ഫിത്ന വരാതിരിക്കാനുള്ള പ്രതിവിധി. എന്താണ്? അസ്സുഹ്ബത്തു സ്വാലിഹ എന്ന് പറഞ്ഞു നോക്കി. അസ്സുഹ്ബത്തു സ്വാലിഹ, നല്ല ആളുകളോടുകൂടെയുള്ള കൂട്ടുകെട്ട്. സമ്പത്ത് കൊണ്ട് ഫിത്ന വരാതിരിക്കാൻ മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ദുന്യാവിന്റെ ഹഖീഖത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞിരുന്നത്. വദ്രിബ് ലഹും, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ, മസലൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിന്റെ ഉദാഹരണം, കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് നാം മഴയിറക്കുന്ന പോലെ, ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ ചെടികളുമായി ആ വെള്ളം, മഴവെള്ളം കൂടിക്കലരുകയും, ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്, ആ ചെടികൾ മുളച്ചു വന്ന് സമൃദ്ധമായി വളർന്നു വന്ന് വിളവെടുപ്പിന്റെ സമയമായപ്പോൾ, ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്, കാറ്റടിച്ചു വന്ന്, ചുടുകാറ്റടിച്ച് മഞ്ഞയായി ഉണങ്ങിപ്പോയി കാറ്റത്ത് പാറിപ്പോകുന്ന ഒരു കൃഷിത്തോട്ടം പോലെ, ഒരു വയലെന്ന് സങ്കല്പിക്കുക. മഴ വന്ന് വെള്ളം കിട്ടി വളർന്നു വലുതായി കതിരുകളായി വന്നപ്പോ ഉറപ്പിച്ചു, ഇതാ ഈ വർഷത്തെ വിളവ് നമുക്ക് നന്നായി കിട്ടി എന്ന്. അപ്പോഴേക്കും അള്ളാഹുവിന്റെ ശിക്ഷ വരികയോ ഒരു ചമന്ന കാറ്റടിക്കുകയോ
ഒരു ചുടുകാറ്റടിക്കുകയോ ചെയ്ത് മുഴുവനും കരിഞ്ഞ് മഞ്ഞയായി പിന്നെ കാറ്റടിച്ചു വീശുമ്പോൾ പറക്കുന്ന പോലെ ഇത്രയുള്ളൂ നബിയെ ദുനിയാവ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കണം. പൈസയുടെ പിന്നാലെ നടന്ന് ആഖിറം നഷ്ടപ്പെടുത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് അള്ളാഹു ഇങ്ങനെ തരും, അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അടിസ്ഥാനമില്ലാത്തൊരു സംഗതിയാണ്. ഇന്നുണ്ട്, നാളല്ല. സമ്പത്ത് അള്ളാഹു ഒരുപാട് തന്നു. വലിയ വലിയ അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇത്രയേ ഇതിനുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ആഖിറം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തരുത് എന്ന തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം നബിയെ. നിസ്കരിക്കാൻ നേരല്ലാതെ ജോലി ചെയ്തിട്ട് കാര്യമില്ല. മുതലാളിയെ തൃപ്തിപ്പെടുത്തുന്നു, അള്ളാഹു തൃപ്തിയായിട്ടില്ല. എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് നബിയെ ദുന്യാവും ജോലിയും പൈസയൊക്കെ ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ ഒരു 5 മിനിറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ പോയി 1 മണിക്കൂർ നിന്നിട്ട് വരിക, അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. മുതലാളിമാരെ പറ്റിക്കുക. എന്താ നിസ്കരിക്കാനോ അയക്കൂലേ? ചോദ്യം അങ്ങോട്ട്. എത്ര നേരം നിസ്കരിക്കാൻ? 1/2 മണിക്കൂറോ? നല്ല തിരക്കുള്ള സമയത്തും പോയത് നിസ്കരിക്കാൻ വേണ്ടി. അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ വൃദ്ധോ ഔറാദും ചൊല്ലി നടക്കണ്ട. എന്ത് ചെയ്യുക? അതൊക്കെ വന്നിട്ട് നടന്ന് ചൊല്ലിയാൽ മതി. കാരണം നിങ്ങളുടെ ജോലിയുടെ സമയമാണെങ്കിൽ വഞ്ചിക്കാൻ പാടില്ല. വഞ്ചന ചെയ്ത് അപ്പോഴാ പിന്നെ ആരും പോകണ്ടെന്ന് സർക്കുലർ വരും. എന്താ കാരണം എന്നറിയോ? ആരെങ്കിലും 4 ആൾ പോയിട്ട് അവിടെ നിസ്കരിക്കുന്ന റൂം പോയിട്ട് വെടി പറഞ്ഞിരിക്കണ്ടാവും ജോലിന്റെ ഇടയിൽ. അപ്പൊ അങ്ങനെയും ചെയ്യരുത്. പരസ്പരം റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അമലാണ്, ജോലിയാണ്, അത് ഭംഗിയായിട്ട് ചെയ്യണം. ഇതിനിടയ്ക്ക് എനിക്ക് അള്ളാഹുവിനോട് ഒരു ബാധ്യത ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തു വരട്ടെ. വളരെ ഭംഗിയായി. ജോലിയാണ് എല്ലാം, ഇതിനപ്പുറം വേറൊന്നുമില്ല. കുടുംബം വേണ്ട, ഒന്നും വേണ്ട, ഒന്നും അങ്ങനെ ചിന്തിക്കരുത്. വദ്രിബ് മസലൽ ഹയാത്തി ദുനിയ. ഈ ദുനിയാവിന്റെ അവസ്ഥ ഇന്നതാണ്. പൈസയും സമ്പാദ്യമൊക്കെ എത്രയേ ഉള്ളൂ. ഇത് ഇന്നുണ്ട്, നാളെ അള്ളാഹു കൊണ്ടുപോയേക്കും. എത്രയോ ആളുകൾ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു, വലിയ വലിയ സമ്പത്തുണ്ടാക്കി, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ മോള് ഏതോ ഒരു ജാതിക്കാരന്റെ കൂടെ പോയി ഇനിയിപ്പോ അവളും അവളുടെ പുതിയാപ്പിളയും കൂടി ഇതിന് അവകാശം വേണമെന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ഉണ്ടാക്കിയത് ഈ മോൾക്ക് വേണ്ടിയാ. മോള് ചാടിപ്പോയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. മക്കൾ നാളെ നമ്മുടെ കൂടെയുണ്ടോ? ആര് നമ്മുടെ കൂടെയുണ്ട്? ഇതൊന്നും നമുക്കറിയില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചത്? ഒന്നും അറിയില്ല. അള്ളാഹുവിനെ മറന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാതെ അവരുടെ ശമ്പളം വെട്ടിച്ചുരുക്കി അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുത്തുന്നത്. ജോലി കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ദയവ് ചെയ്ത് അവനവന്റെ എംപ്ലോയിക്ക് ഒരു മൈസത്ത് കഴിയാനുള്ള ശമ്പളം കൊടുക്കുന്നു പറഞ്ഞിട്ട് മാത്രം കൊണ്ടുവന്നാൽ മതി. മാൻ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ചെയ്യണേ. 700 രൂപ ശമ്പളത്തിന് നാട്ടിൽ നിന്നൊരു ചെറുക്കം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ 1 മാസം ശമ്പളം 700 കൊടുത്തു. സൂപ്പർ മാർക്കറ്റില, ദുബൈയിലാണ്. ഇപ്പൊ പിടുത്തം തുടങ്ങിയല്ലോ. ഈ പിടുത്തം എന്ന് പറഞ്ഞാൽ 250 വിശക്കും പിടിക്കും. ഇനി എന്താ സാധനം ഉണ്ടാവുക? ഇങ്ങനൊക്കെ വഞ്ചിക്കുക. നാട്ടിൽ 50,000 കൊടുത്തിട്ടായി വരുന്നത്. തുച്ഛമായ ശമ്പളം കൊടുക്കുക, എന്നിട്ട് അതിന് പിടിക്കുകയും ചെയ്യുക. എന്ത് ഈ പിടുത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചങ്കിരി പിടിക്കല്ലേ? അതൊക്കെ ഒരു ജോലിക്ക് ഒരാളെ കൊണ്ടുവന്നാൽ ആ മനുഷ്യന്റെ വിസയും അതിന്റെ എക്സ്പെൻസും അതിന്റെ ലേബർ ചാർജും ഒക്കെ കൊടുക്കേണ്ടത് മുതലാളിയാണ്. അത് അയാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നാൽ മതി. ജോലിക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, ആ മനുഷ്യനോട് ചെലവ് നീ തരണം, ടിക്കറ്റും നീ തരണം. ഇത് ഹക്ക് പ്രകാരം, ഈ രാജ്യത്തിന്റെ നിയമപ്രകാരം എംപ്ലോയർ കൊടുക്കേണ്ട കാര്യമാണ്. അല്ലേ? നമ്മൾ മലയാളികൾ പറ്റിക്കും. എന്നാ ഒപ്പിട്ടോ 2000 കൊടുക്കുന്നത് 900. ഈ രീതിയിൽ നമ്മൾ വഞ്ചിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നാളെ നമുക്ക് സങ്കടമായി വരും. ഇതൊന്നും അള്ളാഹു അനുഭവിക്കാൻ അവസരം തരൂല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചു പറിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്ന് മനസ്സിലാക്കി. അള്ളാഹു മഴ പെയ്യിപ്പിച്ച് ചെടികൾ മുളപ്പിക്കുന്ന പോലെ സമയമാകുമ്പോൾ അള്ളാഹു എടുത്തു കൊണ്ടുപോകും. നബിയെ, അതുകൊണ്ട് ഈ പൈസയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് സമ്പത്ത് കൊണ്ട് ഫിത്ന വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണമേ എന്ന് പറയാനാ ഈ സൂറയുടെ ഏകദേശം മധ്യഭാഗമാകുമ്പോ 45-ാമത്തെ ആയത്തിൽ മഅരിഫത്തു ഹഖീഖത്തി ദുനിയ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി 2 കാര്യങ്ങളുടെ ബാക്കിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയമായി 41 മിനിറ്റ് ഏറെയുമായി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.